നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടെ പുറത്തു വരികയാണ്. 22ാമത്തെ തരംഗം, അത്തരത്തിലൊരു ആക്രമണത്തിന് ഇറാൻ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നു. മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിനകത്തേക്ക് ആക്രമണം നടത്താൻ ഇറാൻ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത് ഖൊറാം ഷെഹർ മിസൈലാണ്. 2000 കിലോമീറ്റർ ദൂരപരിധി, 2 ടൺ വാർഹെഡ്. ഇന്നലെ ഇത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ബെൻഗുറിയോൺ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇന്നെന്തായാലും അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് 22ാമത്തെ തരംഗത്തിന് ഇറാൻ തുടക്കം കുറിച്ചിരിക്കുന്നു. 22ാമത്തെ തരംഗം അത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ചില പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു, അവിടുത്തെ അയൺ ഡോം സംവിധാനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ അയൺ ഡോമിന് പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് എന്നതാണ് അവരുടെ പരാതി. അതായത് ഒന്ന് വിട്ടാൽ 10ഉം അതിനേക്കാളും ഒക്കെ കൂടുതലായി പൊട്ടി വിരിയുന്ന ബോംബുകൾ, അത് 5-6 കിലോമീറ്റർ ചുറ്റളവിൽ നാശം പുതക്കുന്നു അത്തരത്തിലുള്ള ബോംബുകൾ. അങ്ങനെയുള്ള ബോംബുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഇറാൻ നടത്തിയത് 20ാമത്തെ തരംഗമാണ്. അത്തരത്തിലൊരു ആക്രമണമാണ് ഇറാൻ ഇന്നലെ രാത്രി നടത്തിയത്. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ വലിയ കേടുപാടുകൾ, വലിയ കുഴപ്പങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ മരണപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ബഹുനില കെട്ടിടങ്ങളൊക്കെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ 22ാമത്തെ തരംഗത്തിന് ഇറാൻ തുടക്കം കുറിച്ചു. അതായത് ഇസ്രായേലും അമേരിക്കയും ഖേദിക്കേണ്ടി വരും എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞതിനു ശേഷം ഇസ്രായേലികൾക്ക് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. നെട്ടോട്ടത്തിലാണ്. അത്ര വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇവിടെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട റഡാർ സംവിധാനങ്ങളൊക്കെ ഇറാൻ തകർത്തു എന്നുള്ളതാണ്. അതായത് ജോർദാനിലെയും അതുപോലെ തന്നെ UAE-യിലെയും ഒക്കെ താഡ് പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതൊക്കെ ഇറാൻ ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മാർച്ച് 2, 3 തീയതികളിലായി നടത്തിയ അറ്റാക്കിനെ തുടർന്നാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തും എന്ന് പറഞ്ഞൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പറയുക മാത്രമല്ല, അത് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. UAE-യിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ഒക്കെ ശക്തമായ ആക്രമണങ്ങൾ ഇവിടെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ജോർദാനിൽ ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ കാലത്തും ഇറാന് തലവേദനയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയങ്ങളിലും ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ച് പലപ്പോഴും മിസൈലുകളെയൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ മൊത്തത്തിൽ ഇറാന്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം നിന്നിരുന്നു. ആ തടസ്സം ഇപ്പോൾ ഇറാൻ തീർത്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ഭയപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു വാർത്തയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ജാഗ്രത പാലിക്കണം, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഹിസ്ബുള്ള ഇതുവരെ അവർ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾക്കൊന്നും നിന്നിരുന്നില്ല. തുടർച്ചയായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ലബനോനിലേക്ക് ഇവിടെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി ഹിസ്ബുള്ള ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗോലാൻ കുന്നുകളിൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു ഭീഷണി ഇസ്രായേലിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ലബനോനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ 5 കിലോമീറ്റർ ഉള്ളിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പൊക്കോളണം എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഉത്തരവ്. അതാണ് അവരുടെ ഭീഷണി. അവർ ഈ പ്രദേശങ്ങൾ മൊത്തത്തിൽ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടെ ഞാനിവിടെ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് പരിശുദ്ധ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസം തുടങ്ങിയാൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ഇറങ്ങുമെന്ന് പൊതുവെ പറഞ്ഞിരുന്നു. റമദാൻ മാസത്തിൽ തന്നെയാണ് അവർ യുദ്ധം ആരംഭിച്ചത്. എന്തായാലും ഈ റമദാൻ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ബദർ യുദ്ധം നടന്ന ഒരു മാസമാണ്. 313 സഹാബിമാരെ വെച്ചാണ് ഈ ബദർ യുദ്ധം ഇവിടെ ഉണ്ടായത്. 313 സഹാബികളാണ് ഇവിടെ ഇസ്ലാമിന്റെ പക്ഷത്തുണ്ടായത്. അപ്പുറത്ത് ശത്രു സൈന്യം വളരെ ശക്തരായിരുന്നു. അവർക്ക് അതിന്റെ ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ അഹങ്കാരികളാണ്. എന്തും ചെയ്യാം, എവിടെ വേണമെങ്കിലും കയറി ആക്രമിക്കാം, ആരെ വേണമെങ്കിലും കീഴ്പ്പെടുത്താം, എവിടെ വേണമെങ്കിലും അധിനിവേശം നടത്താമെന്നുള്ള
ഒരു അഹങ്കാരമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ അഹങ്കാരികൾക്ക് ശക്തമായ തിരിച്ചടികളാണ് എല്ലാ മേഖലകളിൽ നിന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.